ഇവിടെ ജഡ്ജ്മെന്റ്സ് ഇല്ല, സെലിബ്രേഷൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും എല്ലാം ആയിട്ട് വരാം എന്നുള്ള ഒരു എങ്ങനെയും വരാം. നമ്മൾ സെയിം ആവേണ്ട കാര്യമില്ല, ഒരിക്കലും ഇല്ല. സെയിം ബട്ട് ഡിഫറെന്റ്. സൂപ്പർ. പിന്നെ പൊതുവെ നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യണ ആൾക്കാർ എങ്ങനെയായാലും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും ഒരു പോയിന്റ് എത്തുമ്പോൾ. ഐ തിങ്ക് ദാറ്റ്സ് ദ മാജിക് ദാറ്റ് ഹാപ്പൻസ്. അപ്പൊ ഇവിടെ ഒരുമിച്ച് ആർട്ട് ചെയ്യണു, ഒരുമിച്ച് ഫാഷൻ നോക്കണു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണു, പാട്ട് കേൾക്കണു, ഡാൻസ് കളിക്കണു, എല്ലാം കളിക്കണു, എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ റിലേഷൻഷിപ്സ് കുറച്ചും കൂടി രസമാവും, ബ്യൂട്ടിഫുൾ ആവും തോന്നുന്നു. ദി കൾച്ചേഴ്സ് ആർ പ്രിറ്റി മച്ച് സെയിം. അതായത് ഫുഡ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, ആർട്ട് ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ ഫൈനലി ഓഫ് കോഴ്സ് മ്യൂസിക് ആണ്. ഇതെല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തണ ഒരു സാധനം. ടിക്കറ്റ് ഓൾറെഡി എടുത്തവർക്കും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഗ്യാരണ്ടി ദിസ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് വീക്കെൻഡ്സ് in your life. Secondly, it will be a fantastic start to a splendid 2025. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുണീക്ക് മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് വരാൻ പോകുന്നതെന്ന് കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞപ്പം കേരളം അത് ഏറ്റെടുത്തു. ആ ഫെസ്റ്റിവൽ ആയിരുന്നു കൾച്ചർ ഈസ് ബാക്ക്. Yes, culture Ranjini is also back. Welcome back. Thank you. കൾച്ചറിന്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ രഞ്ജിനി. അപ്പോൾ കൾച്ചറിനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞപ്പോൾ അതെല്ലാവരും ഏറ്റെടുത്തു. കൾച്ചർ 2024 അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് എല്ലാവരും പറഞ്ഞത്, എല്ലാവരും ചെയ്തത്? ആസ് എ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്തൊക്കെയാണ് തോന്നിയത്? നമുക്ക് അവിടെ വന്ന ആൾക്കാരെ പോലെ തന്നെ ചെയ്ത നമുക്കും അതൊരു ഈക്വലി റിവാർഡിങ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിരുന്നു. എല്ലാം കൂടി ചെയ്തു വന്നപ്പോഴാണ് നമ്മളും കാണുന്നത് ഓ വാവ് ഇറ്റ് വാസ് അമേസിങ് എന്നുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും കുറേ കൾച്ചേഴ്സും ഇത്രയും ആർട്ടും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എന്താ തോന്നണം, എന്താ ഉണ്ടാവുക എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ നമ്മൾ ട്രൈ ചെയ്തത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്കും അടിപൊളിയായിരുന്നു, വന്നവർക്കും ഭയങ്കര ഇഷ്ടമായി. സോ ദിസ് ഇയർ വി ആർ ബാക്ക് അഗൈൻ. നമ്മളത് പറയാൻ മാത്രമല്ല, വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് കൾച്ചറിന് വന്നു. പക്ഷെ അവർക്കൊക്കെ ആ പറഞ്ഞ എക്സ്പീരിയൻസ് അവിടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഡയറക്റ്റ് ഫീഡ്ബാക്സ് രഞ്ജനിക്ക് വന്ന എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ടിൽ കുറേ പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ തോന്നി വരണം എന്ന്, നല്ല രസമുണ്ട്, എല്ലാം ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. സ്റ്റേജിനെ കുറിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. കൾച്ചർ സ്റ്റേജ് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ then some people came and told you also, no? ചേച്ചി എവിടെ? അതെ, ഞാനിപ്പോ ഇവിടുത്തെ ചേച്ചിയായി മാറിയ ഒരു അവസ്ഥയാണ്. ഫെസ്റ്റിവൽ ഡയറക്ടർ വൈറലായി. കൾച്ചറും വൈറലായി. കൾച്ചർ പറച്ചില് മാത്രമല്ല, ശരിക്കും കൾച്ചർ ഒരു സംഭവമായിരുന്നു. കൾച്ചർ ഇസ് ബാക്ക് ഇൻ 2025 എന്ന് പറയുമ്പോൾ കൾച്ചർ സെയിം ബട്ട് ഡിഫറെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സെയിം ആണ്, പക്ഷെ ഇത്തവണത്തെ കൾച്ചർ ഡിഫറെന്റും ആണ്. എന്തൊക്കെയാണ് നമ്മൾ ആ ടാഗ്ല കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തണം. സോ ദ ഫെസ്റ്റിവൽ ഇസ് സെയിം. ദി കൾച്ചേഴ്സ് ആർ പ്രിറ്റി മച്ച് സെയിം. അതായത് ഫുഡ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, ആർട്ട് ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ ഫൈനലി ഓഫ് കോഴ്സ് മ്യൂസിക് ആണ്. ഇതെല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തണ ഒരു സാധനം. വാട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ലാസ്റ്റ് ഇയർ ഇസ് ഒന്ന്, ഇത് ക്യൂറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ കൾച്ചറിന്റെ എക്സ്പ്രഷൻസ് ഭയങ്കര യുണീക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ആർട്ട് ഉണ്ടായ പോലെ ആയിരിക്കില്ല ഇത്തവണ അവിടെ വരുന്ന ആൾക്കാർക്ക് ആർട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇത്തവണ. സോ അതിന് അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. മ്യൂസിക് വൈസ് ഓൾസോ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇലക്ട്രോണിക് ആണ് ചെയ്തത്, ഇത്തവണയും ഇലക്ട്രോണിക് ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സൗണ്ട്സ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ കുറേ കൂടി ലൈവ് ഇലക്ട്രോണിക് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നുണ്ട് ഇത്തവണ. ലൈവ് പ്രൊഡക്ഷനും ലൈവ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നതും, കുറച്ച് പേര് വോക്കൽസും ലൈവായിട്ട് തന്നെ ലൂപ്പിലിട്ട് ചെയ്യുന്നവരുണ്ട്. ദർ ഈസ് എൻ ആർട്ടിസ്റ്റ് കോൾ ജോർജിയ ആംഗുലി. അവർ നല്ല രസം, അവരുടെ സൗണ്ട്സ് ഉണ്ടാക്കുന്ന കുറെ പപ്പറ്റ്സിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനമുണ്ട്. പി പോലത്തെ സാധനങ്ങളുണ്ട്. Then we have an artist called Hans Berger. അങ്ങനെ അനലോഗ് ലൈവ് ആർട്ടിസ്റ്റാണ്. സോ എവറിത്തിങ് ഈസ് ഡൺ ലൈവ്, ഇൻക്ലൂഡിങ് മിക്സിംഗ്, മാസ്റ്ററിങ് ആൻഡ് പുട്ടിങ് ഇറ്റ് ഔട്ട്. ഭയങ്കര രസം. ഇവരൊക്കെ പ്ലേ ചെയ്യണ കാണാനും ഭയങ്കര രസമാണ്. ആർട്ടിസ്റ്റ് മ്യൂസിക് വൈസ് പൊളിയായിരിക്കും. അപ്പം ലിസ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരവും എന്നുള്ള ഭയങ്കര രസമായിട്ടുള്ള വേറെ പോലത്തെ ട്രീറ്റ്മെന്റ് ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യം കുറേ കൂടി ബാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ രാവിലത്തെ സ്പേസിലും നമ്മൾ ഇലക്ട്രോണിക് തന്നെയാണ്. രാവിലെ തുടങ്ങും പൊളി. സോ വീവ് സോർട്ട് ഓഫ്
ഈ വർഷത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ 3 IPs ആയിട്ട് ഇലക്ട്രോണിക് മ്യൂസിക് ചെയ്യണം 3 IPs ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ സമയത്ത് ഫങ്കിൻ അറൗണ്ട് എന്ന് പറഞ്ഞൊരു IP ഉണ്ട് ചെന്നൈയിൽ നിന്നുള്ളത്, പിന്നെ മോഷി എന്ന് പറഞ്ഞൊരു IP ഉണ്ട് പൂനെ എന്നുള്ളത്. ഇവർ രണ്ടുപേരായിരിക്കും 3 ദിവസത്തെയും ഡേ പാർട്ടി ഫുൾ ഓൺ ആക്കി തരാൻ വേണം. അപ്പോൾ അതിൽ ഹൗസ്, ഡിസ്കോ ഫങ്ക്, ആ ഒരു മൂഡായിരിക്കും. ഭയങ്കര ലൗഡും അല്ലെങ്കിൽ ഭയങ്കര വലിയ ആ ശബ്ദമല്ല, പക്ഷെ നല്ല രസമുള്ള കുറേ സാധനങ്ങളായിരിക്കും. പിന്നെ വൈകുന്നേരം വരുന്ന സമയത്ത് നമ്മൾ ഈ വർഷം സൂപ്പർബ് റെക്കോർഡ്സ് ആയിട്ട് ഒരു കൊളാബ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക്. ബിക്കോസ് ഒന്ന് ആഷ്റോയും കാംചോറും ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ അവർ കൾച്ചറിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഏറ്റെടുക്കുകയാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ബിഗ് വിൻ ഫോർ കേരള. And us electronic fans here, and especially people who've been listening to techno for a long time, what this means to us is pretty clear. We are very excited about it. അപ്പോൾ നമ്മൾ കുറേ കണ്ടന്റ് വൈസ് ഓൾസോ ട്രാക്ക് വൈസ് ഓൾസോ നമ്മൾ കുറേ സാധനങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് കൾച്ചറിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് കുറേ ആർട്ടിസ്റ്റുമാർ. സോ മൈ സജഷൻസ് ഡോണ്ട് മിസ് എനി ഓഫ് ദം. Jan 10, 11, 12 ന്യൂ ഇയർ തന്നെ നമ്മൾ പുതിയ വർഷം തുടക്കം തന്നെ വിത്ത് ബാങ്ക് തുടങ്ങാനുള്ള ഓപ്ഷനാണ് കൾച്ചറിലാണെങ്കിൽ. യെസ്, ദാറ്റ്സ് ദി ഐഡിയ. എന്തായാലും റെസൊല്യൂഷൻസ് ഒക്കെ ആൾക്കാർ എടുക്കാറുണ്ട്. അപ്പോൾ ടു ബി ആസ് വി ആർ എന്നുള്ളൊരു റെസൊല്യൂഷൻ ഉണ്ടല്ലോ. നമ്മൾ കുറേ വി സെൽഫ് പ്രഷർ അവർ സെൽസ് വിത്ത് എ ലോട്ട് ഓഫ് നോംസ് ടു ബി ദിസ് വേ ഓർ ദാറ്റ് വേ. പക്ഷെ ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫോർ ദീസ് 3 days യു ഷുഡ് എക്സ്പീരിയൻസ് യുവർ സെൽഫ് ആസ് ഹൂഎവർ യു ആർ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെ പറഞ്ഞു, ഇവിടെ ജഡ്ജ്മെന്റ്സ് ഇല്ല, സെലിബ്രേഷൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും എല്ലാം ആയിട്ട് വരാം എന്നുള്ളൊരു എങ്ങനെയും വരാം. നമ്മൾ സെയിം ആവേണ്ട കാര്യമില്ല, ഒരിക്കലും ഇല്ല. സെയിം ബട്ട് ഡിഫറെന്റ്. സൂപ്പർ. അപ്പോൾ ആർട്ട് കൾച്ചർ, മ്യൂസിക് കൾച്ചർ, ഫുഡ് കൾച്ചർ, മൂവ്മെന്റ് കൾച്ചർ, ഇതെല്ലാം കൂടി എല്ലാ കൾച്ചറും കൂടി ഒരുമിച്ച് വരുവാണ് കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം ക്യൂറേറ്റ് ചെയ്യുന്ന ഓരോ ക്യൂറേറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഇപ്പൊ ഒരു കൾച്ചറിന്റെ വെന്യൂലേക്ക് കയറി കഴിഞ്ഞാൽ ഇത്തവണ എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും രഞ്ജിനി? നമുക്ക് ഞാൻ ഡാൻസ് വെച്ച് തുടങ്ങാം. അപ്പൊ ഇത്തവണ ജനനി എന്ന് പറഞ്ഞ ക്യൂറേറ്റർ ആണ്. അവരുടെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവര് ബോംബെയിൽ, തമിഴാണ് ബാക്ക്ഗ്രൗണ്ട്, ബോംബെയിലാണ് വളർന്നത്. പക്ഷെ ഷീ ലവ്സ് കൊച്ചി ആൻഡ് ഷീ ലവ്സ് കേരള ആൻഡ് ഹൗ ഡാൻസ് ആസ് എൻ ആർട്ട് ഇസ് ഇവോൾവിങ് ഹിയർ. അവർ ഭയങ്കര മൾട്ടി ആർട്ട് ഫോം സ്പെഷ്യലിസ്റ്റ് ആണ്. അവർ പാടും. ഷീ ഈസ് വൺ പേഴ്സൺ ഐ മെറ്റ് ഹൂ ലേൺസ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന സ്റ്റൈൽസ് വേറെ ഉണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്റ്റൈലുകളുണ്ട്, പാട്ട് പാടും. സോ വെരി മൾട്ടി ഫാസറ്റഡ്. അപ്പോൾ അവർ ഇവിടെ നമ്മൾ ആർക്കും ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വരിക എന്നുള്ളൊരു രീതിയിലല്ല. എക്സ്പീരിയൻസ്. എനിബഡി ക്യാൻ ജോയിൻ ദ ക്രൂ വിൽ ഡെഫിനറ്റ്ലി യെസ് ഡാൻസ് ചെയ്യാം. ഇനി അറിയണം എന്നില്ല, അവിടെ വന്ന് അറിയാം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇനി എങ്ങനെ ചെയ്താലും അത് ഡാൻസ് ആണ്. ജനനെ കണ്ടാൽ തന്നെ ഡാൻസ് കളിച്ചു. കുറെ പേര് ഞങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കും തോന്നി. യെസ്. പിന്നെ ഇത്തവണ ആർട്ട് കൾച്ചറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ 3 കളക്ടീവ്സിനെ ഫീച്ചർ ചെയ്യുന്നുണ്ട്, ലെഡ് ബൈ ഇൻഡിവിജ്വൽ ക്യൂറേറ്റേഴ്സ്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് കിഡ്സ് ഗരാജ് എന്ന് പറഞ്ഞിട്ടാ. ദർ എ ഗ്രൂപ്പ് ഓഫ് വെരി അഗൈൻ മൾട്ടി ഡിസിപ്ലിനറി ആർട്ടിസ്റ്റ്. ഇവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് മെറ്റീരിയൽ സ്ക്രാപ്പാണ്. പക്ഷെ അത് വെച്ചിട്ട് ഹൗ ക്യാൻ വി ലുക്ക് അറ്റ് സംതിങ് വെരി ഡിഫറെൻ്റ്ലി. അപ്പോൾ അവർ ക്യൂറേറ്റ് ചെയ്യണ ഒരു സ്പേസ് ഉണ്ട്, ഭയങ്കര കൈനറ്റിക് ഇൻസ്റ്റലേഷനൊക്കെ ഉള്ളത്. അവരുടെ കഥയുടെ ടൈറ്റിൽ ആ കഥയല്ല ഈ കഥ എന്നാണ്. ഒരേ സാധനത്തിന് ചിലപ്പോൾ ഒരു കുപ്പിയായിരിക്കും, പക്ഷെ പുതിയൊരു ഉപയോഗം വരുമ്പോ ആ കഥയല്ല, കഥ മാറുന്നു. അങ്ങനെ ഈ സ്ക്രാപ്പ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരുപാട് ആർട്ട് ഇൻസ്റ്റലേഷൻസ് ചെയ്യാം, നമുക്ക് തന്നെ ചെയ്യാം. നമുക്കും ചെയ്യാം. അവിടെ പപ്പറ്റ്സിനെ ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ ഒരു വീലുണ്ടാവും, അത് സ്പിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രാപ്പ് മെറ്റീരിയലിൽ പോയി നിൽക്കും. പിന്നെ നമുക്ക് അത് പിക്ക് ചെയ്തിട്ട് അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും, അവരുടെ കൂടെ ഇരുന്ന് കൊളാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കാം. യെസ്, പുള്ളി ഹെൽപ്പ് ചെയ്യും. പിന്നെ പച്ചക്കുത്ത് എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് ഉണ്ട്, അവർ കൊച്ചി ബേസ്ഡ് ആണ്. അവരും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആർട്ടിസ്റ്റ് ആണ്. അവിടെ കുറേ കൂടി ക്ലേ മോഡലിംഗ്, പിന്നെ ലൈവ് ആർട്ട് ജാം, കുറേ ആർട്ടിസ്റ്റ്മാരുണ്ടാവും. അപ്പം എല്ലാവരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഉണ്ടാക്കാം. അങ്ങനെ അവിടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ഇപ്പം ബോഡി മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ നമ്മളൊരു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാർ കടന്നിട്ട് രണ്ടുപേരെ കടത്തിയിട്ട് വരയ്ക്കും, 1 at a time. Wherever the intersections are,
then they start painting it, and then while you do that you speak to each other. അപ്പൊ ഭയങ്കര ഒരു കണക്ടിങ് സാധനം ഉണ്ടാവും. അപ്പൊ എങ്ങനെ കോമണാലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസസും ഉണ്ടാവും എന്നുള്ളത്. പിന്നെ തേർഡ് കളക്റ്റീവ് പറയുന്നത് 108 കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർ ചെന്നൈ ബേസ്ഡ് ആണ്. അവരും മൾട്ടി ഡിസിപ്ലിനറി ആണ്, പക്ഷെ അവർ കുറച്ചും കൂടി ലാർജ് സ്കെയിൽ ഔട്ട്പുട്ടിലേക്ക് വരണം. അപ്പോൾ സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ മ്യൂറൽസ് ഫോർ പബ്ലിക് ഏരിയ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ, പിന്നെ ആനിമേറ്റേഴ്സ്, അങ്ങനെ വർക്ക് ചെയ്യണവരാ. അവരാണ് നമ്മൾ ഇത്തവണത്തെ കപ്പ സ്റ്റേജിന്റെ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യണതും പിന്നെ കുറേ കൂടി സ്റ്റോൾസിന്റെ അവിടുത്തെ ക്രിയേറ്റീവ്സ് വരുന്നതും പിന്നെ ഇവർ ലൈവായിട്ട് സ്പ്രേ പെയിന്റിങ്, രണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആർട്ടിസ്റ്റ്മാർ വരുന്നുണ്ട്, എനിമി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെല്ലാവരും ലൈവ് ജാം ചെയ്യും. പിന്നെ ഈ MC-യിൽ വെച്ചിട്ട് ആർട്ട് ചെയ്യണ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു ലൈവ് ആനിമേഷൻ നമ്മൾ വൈകുന്നേരത്തേക്ക് വലിയ സ്റ്റേജിൽ രാത്രി ഓൺ ആവുന്ന സമയത്ത് ഇപ്പുറത്തും ചില്ലിയണവർക്ക് കാണാൻ അങ്ങനെ ഒരു സാധനം പ്ലാനിങ് ഉണ്ട്. കാണാനും ചെയ്യാനും ഫീൽ ചെയ്യാനും എല്ലാം 3 ദിവസം ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ. Jan 10, 11, 12 അല്ലേ? ഫ്രൈഡേ ആണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, വീക്കെൻഡ് പൊളിക്കാം ബോൾഗാട്ടിൽ വന്നാല്. പിന്നല്ല. അപ്പോൾ 2025 ആദ്യത്തെ വലിയ ഇവന്റ് ആയിരിക്കും കേരളം കാണാൻ പോകുന്നത്. അപ്പൊ ആർക്കൊക്കെ വരാൻ രഞ്ജിനി? ആർക്ക് വേണമെങ്കിലും വരാം. കഴിഞ്ഞെല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും വരാം. ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സ് ആയിട്ട് വരാം. നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഒരുപാട് കൂട്ടുകാരാണെങ്കിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസം ഉണ്ടായിരുന്നു. കുറേ പുതിയ ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി. എനിക്കും പേഴ്സണലി ഓൾസോ ഞാൻ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇത് മറ്റുള്ളവരിലും നടക്കണ കണ്ടു. ഭയങ്കര രസമായിട്ട് ഷെയറിങ് ഉണ്ടായിരുന്നു. പിന്നെ പൊതുവേ നമ്മൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യണ ആൾക്കാർ എങ്ങനെയായാലും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും ഒരു പോയിന്റ് എത്തുമ്പോൾ. ഐ തിങ്ക് ദാറ്റ്സ് ദ മാജിക് ദാറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഇവിടെ ഒരുമിച്ച് ആർട്ട് ചെയ്യണു, ഒരുമിച്ച് ഫാഷൻ നോക്കണു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണു, പാട്ട് കേൾക്കണു, ഡാൻസ് കളിക്കണു, എല്ലാം കളിക്കണു, എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ റിലേഷൻഷിപ്സ് കുറച്ചും കൂടി രസമാവും, ബ്യൂട്ടിഫുൾ ആവും തോന്നുന്നു. കറക്റ്റ്. ആരും ജഡ്ജ് ചെയ്യില്ല, എങ്ങനെയും വരാൻ രഞ്ജിനി കഴിഞ്ഞെല്ലാം പറഞ്ഞാണ് എല്ലാവരും. ഇത്തവണ നമ്മൾ ജനുവരിയിലാണ് നടത്തുന്നത്, എന്നാലും ചൂടുണ്ടാവും. അപ്പൊ ചൂടിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഫാൻസ് ഉണ്ടാവും. അതല്ലാണ്ട് കുറച്ച് സ്പ്രിങ്ക്ലേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് രാവിലെ വന്നിട്ടും ഡാൻസ് കളിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്ക് സുഖം ഉണ്ടാവണം അത് കളിക്കുമ്പോൾ. അത് ഇത്തവണ എന്തായാലും ഡാൻസ് കളിക്കാം. സൂപ്പർ. കേരളത്തിൽ നമ്മളൊരു യൂണിക് ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് കൊടുത്തു. അതിന്റെ ഇടയിൽ രഞ്ജിനി ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന ആളാണ്. കോൾഡ് പ്ലേ ഒക്കെ ഒരുപാട് പേര് ടിക്കറ്റ്സിനൊക്കെ ട്രൈ ചെയ്തോണ്ടിരുന്ന വർഷമാണ്. ഞാനും ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഫെസ്റ്റിവൽ ഡയറക്ടറിന് കൊടുത്തില്ലേ? ഓക്കെ, വേർ ഡിഡ് യു ഗോ? I attended a few festivals like Bloom in Green. I attended one gathering that was done by Lay. പിന്നെ ബോംബെയിൽ നടന്ന Zamnand ഒരു ഫെസ്റ്റിവൽ. അങ്ങനെ കുറച്ച് 1-2 ഫെസ്റ്റിവലിനും പോയിരുന്നു. എല്ലായിടത്തും ഒരു ഇതെന്ന് വെച്ചാൽ കൾച്ചറിന് ഒരു യുണീക്ക് ടേസ്റ്റ് ഉണ്ട്. അത് അവിടെ പോകുന്നവരും നമ്മളെ കാണുമ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ കൾച്ചർ. ദാറ്റ് വാസ് എ വെരി നൈസ് തിങ്. ബിക്കോസ് പലതരം പരിപാടികളിൽ പോകാൻ പറ്റണം ആൾക്കാർക്ക്, എന്നാലേ നമുക്ക് ആസ് എ സൊസൈറ്റി ഒരുമിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ആക്സെപ്റ്റൻസ് ആൾക്കാരിൽ ഉണ്ട് എന്നുള്ളത് നല്ല രസമായിട്ട് തോന്നുന്നു. അവിടെ പോകുന്നോണ്ട് ഇവിടെ വരാണ്ടില്ല, ഇവിടെയും വരണം അവിടെയും പോകണം എന്നുള്ളതാണ്. അത് അടിപൊളിയാണ്. ഞാനും അങ്ങനെയാ, ഞാൻ എല്ലായിടത്തും പോണ ആളാണ്. എല്ലാ ഫെസ്റ്റിവൽസിനും ഒരുപാട് വരണോ? ഫെസ്റ്റിവൽസ് വരുന്നോണ്ടുള്ള മെച്ചം എന്തായിരിക്കും? ആൾക്കാർ ഒന്ന് ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു, സ്ഥിരം ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. ഒന്ന് നമുക്ക് സ്വയം ഒന്നും കൂടി തിരിച്ചറിയാൻ പറ്റും. 2 ബന്ധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി ഉറയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് തീരെ വേണ്ടാത്തത് ക്ലിയറായി ഇത് നമുക്ക് പറ്റൂല എന്നുള്ളതിലേക്കാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രൗണ്ടിൽ കണ്ട 1-2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്. ഒന്ന്, കുറെ നാളായിട്ട് ഒരു പിണക്കം ഉണ്ടായിരുന്ന 2 പേര് ഒരുമിച്ച് നിന്ന് ആ പിണക്കമൊക്കെ മാറി സന്തോഷമായിട്ട് നിൽക്കണു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് നമ്മളോടും വന്ന് പറയാണ്, ഇങ്ങനെ നമുക്ക് വർത്താനം പറഞ്ഞത് ക്ലിയർ ആക്കാൻ പറ്റി താങ്ക്സ് ടു കൾച്ചർ. അപ്പൊ അത് ഭയങ്കര റിവാർഡിംഗ് ആയിട്ട് തോന്നി. സോ ഐ തിങ്ക് കൾച്ചറിൽ കണ്ടവരൊന്നായി. യെസ്, സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ കീ ഫോർ ഓൾ ഫെസ്റ്റിവൽസ്. അതുകൊണ്ട് എത്ര ഫെസ്റ്റിവൽസ് ഉണ്ടോ, എത്ര പോവാൻ പറ്റുമോ, നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാനും കുറച്ചും കൂടി രസമായിട്ട് ജീവിതം കാണാനും പറ്റും തോന്നുന്നു എനിക്ക്. സ്റ്റേജ് ഒരു സംഭവമായിരുന്നു. സ്റ്റേജിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇത്തവണത്തെ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? സ്റ്റേജ് ഇത്തവണ ഒരു ഭയങ്കര വലിയ സർപ്രൈസ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഞെട്ടിയെങ്കിലും ഇത്തവണ ഒന്നും കൂടി ഞെട്ടാൻ റെഡി ആവണം. നമ്മളപ്പോ മൊത്തത്തില് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, സെയിം ആണ് പക്ഷെ ഡിഫറെന്റ് ആണ്.
പൊസിഷൻസും സൈസും അതിൻ്റെ ഒരു അപ്രോച്ചും എല്ലാത്തിലും ഒരു പുതുമയുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണ എത്ര പേര് കൾച്ചറിന് വന്നു? ഒരു 3 ദിവസവും കൂടി നോക്കുമ്പോൾ നമുക്ക് ഒരു 8,000 to 10,000 ആൾക്കാരോളം വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ ഡേ ഏറ്റവും കൂടുതൽ വന്നത് ഐ തിങ്ക് ഇസ് ബിറ്റ്വീൻ 6 and 7,000 പീപ്പിൾ. ദാറ്റ്സ് ഫോർ സൺഡേ ഈവനിങ്. ഓക്കെ, ലാസ്റ്റ് ഡേ ഫെസ്റ്റിവൽ ഡയറക്ടറിന് എൻക്വയറീസ് വരുന്നുണ്ടോ? ടിക്കറ്റ് ഉണ്ടോ എന്ന് വെച്ചിട്ട്? ഇഷ്ടം പോലെ. ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഞാൻ തരാം. ഫ്രീ ടിക്കറ്റ്സ് ഇല്ല. ഞാൻ എല്ലാവരും വേണം. ഇറ്റ്സ് നോട്ട് ഈസി ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ചീപ്പ് ടു ഡു എ ഫെസ്റ്റിവൽ ലൈക്ക് ദാറ്റ് ഓഫ് ദിസ് സ്കെയിൽ. അപ്പോൾ ഇത് ഈ സ്കെയിലിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കിട്ടണ ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പം നല്ല ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇത് പങ്കിടുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. സോ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിത് അടുത്ത വർഷവും ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ ഇത് കേരളമാണ്. ഇവിടെ ബാക്കിയുള്ള കുറേ സ്ഥലങ്ങളിലുള്ള പോലെ നമുക്ക് ഒരു റിക്കവറിക്ക് സ്ഥലങ്ങൾ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മളുള്ള പരിമിതികളിലൊക്കെ വെച്ചിട്ട് നമ്മൾ പുഷ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ വാട്ട് വി നീഡ് ഇസ് സപ്പോർട്ട്. ആൻഡ് ഐ തിങ്ക് കഴിഞ്ഞ വർഷത്തേക്കാളും അത് ഇത്തവണ കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഹു റീച്ച്ഡ് ഔട്ട് ടു അസ് ഫോർ പാസസ് ലാസ്റ്റ് ടൈം ഇത്തവണ ടിക്കറ്റിന്റെ ലിങ്കാ ചോദിക്കണം. ആൻഡ് എന്തെങ്കിലും ഡിസ്കൗണ്ട് കോഡ് ഉണ്ടോ, അതാണ് കോൺവെർസേഷൻ. സോ ദാറ്റ് ഐ ഫീൽ ഈവൻ ഓഡിയൻസസും മനസ്സിലായി അവർക്ക്. പല ഇവന്റുകൾ പല ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളും നാട്ടുകാർക്ക് അറിയാം. ബിക്കോസ് അവർ തന്നെയാണല്ലോ ഈ പറയുന്ന ഇവന്റുകൾക്കൊക്കെ പോണത്. അപ്പൊ നല്ലൊരു അനുഭവം ഉണ്ടാവുന്നിടത്ത് അത്രയും പണിയുണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വിശ്വാസം. എന്താ വരുന്നവരോട് രഞ്ജിനിക്ക് പറയാനുള്ളത്? വരാൻ പ്ലാൻ ചെയ്യുന്നവരോട്? ടിക്കറ്റ് ഓൾറെഡി എടുത്തവർക്കും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഗ്യാരണ്ടി ദിസ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് വീക്കെൻഡ്സ് in your life. Secondly, it will be a fantastic start to a splendid 2025. ഉറപ്പായിട്ടും ആ പൈസ കൊടുത്ത് എടുക്കുന്ന ടിക്കറ്റിന് 101% മൂല്യം ഉണ്ടാവും. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. എന്തായാലും ഫെസ്റ്റിവൽ ഡയറക്ടറുടെ ഉറപ്പാണത്. കൾച്ചർ ഇസ് ബാക്ക്. കൾച്ചർ 2025 ഡേറ്റ്സ് മറക്കണ്ട. Jan 10, 11, 12 ബോൾഗാട്ടി പാലസ്. പൊളിക്കാം നമുക്ക്. Yes. Thank you. Thank you.